മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കാൻ നോക്കാം. അട ദോശ എന്നും പറയാം. ഇത് എല്ലാ പയറുകളും ഇതിലുണ്ട്. ഞാൻ പയറുകൾ കാണിക്കാം, അതിൻ്റെ പേരുകൾ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ തോടുള്ള പയറുകളുണ്ടോ എല്ലാ പയറുകളും ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അതായത് മുമ്പിലെ ദിവസം രാത്രി സോക്ക് ചെയ്യാൻ വയ്ക്കുക. അടുത്ത് രാവിലെ എടുത്ത് ഇത് വെള്ളം പോകാനായിട്ട് ഒരു നെറ്റിലോട്ട് വെള്ളം പോകാനായിട്ട് വാരാനായിട്ട് വയ്ക്കുക. അപ്പോൾ വച്ചതിന് ശേഷം ഇത് കുറച്ച് കിളുത്ത് വരും. കിളുത്തതിന് ശേഷം നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഊറാൻ വെച്ച പയറുകൾ എന്തെന്നാണ് പറയാം. ഇത് ഗ്രീൻ പീസാണ്, അറിയാമല്ല, ഇത് കാണുന്നുണ്ടല്ലോ ഗ്രീൻ പീസും ഉണ്ട്, അതിൻ്റെ യെല്ലോ പീസും ഉണ്ട്. അടുത്ത് ഇത് ചെറുപയറാണ്. പിന്നെ ഇതറിയാമല്ലോ, കടല, മനസ്സിലായല്ല, കടല, പിന്നെ പയർ അറിയില്ല, ബ്ലാക്ക് ഐ ബീൻസ് എന്നും പറയും. ഓരോ പേരാണ് പറയണത്. ഈ പയറ. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ രാജ്മ, കിഡ്നി ബീൻസ് അറിയാമല്ലോ. പക്ഷെ രാജ്മ കിളുക്കത്തില്ല, ബാക്കി എല്ലാം കിളുക്കും. രാജ്മ മാത്രം അല്പം കിളുക്കാൻ ബുദ്ധിമുട്ടാണ്, അത് കിളുക്കാറില്ല. പിന്നെ ഇതാണെങ്കിൽ ഇതൊരു പയറാണ്, വൻപയർ അറിയില്ല, വൻപയർ. ഇത് സോയാ ബീൻസാണ്, സോയാ പയറാണ്. പിന്നെ ഉഴുന്ന് ഞാൻ എടുക്കുന്നത് ഇത് കറുത്ത തോടോടുകൂടെ ഉള്ള ഉഴുന്നാണ്. തോട് കളഞ്ഞിട്ടല്ല, തോടോടുകൂടെ ഉള്ള ഉഴുന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ തോല്, അത് എത്രയ്ക്കും തോടോടുകൂടെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം, അത്രയ്ക്കും ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ ഇത് ഹോസ് ഗ്രാം, കാണം, മുതിര, ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് പറയണം. ഇത് പിന്നെ ഉലുവ ഞാൻ ഒരു കൈ എടുക്കാറില്ല, ഉലുവ കുറച്ചാണ് എടുക്കണത്. അതായത് വേറെ എല്ലാ സാധനങ്ങളും ഓരോരോ കൈ വീതം എടുക്കുമ്പോൾ ഉലുവ അല്പം കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തോടോടുകൂടിയുള്ള കിളിപ്പിക്കണമുണ്ട്. അതെല്ലാം ഭയങ്കര നല്ല ഹെൽത്തിയാണ്. സാധാരണതക്കാളും ഒരു 10 ഇരട്ടി അത് കാലറീസ് കൂടുതലാണ്. ഇതിൽ പകുതി ദോശ സാധാരണ ദോശ കഴിക്കണതിന് മറ്റേ ദോശ ഒരു 4-5 ദോശ കഴിക്കണതിൻ്റെ ഇത് ഈക്വലാണ്. അതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ് കുട്ടികൾക്കെല്ലാം. അപ്പം ഞാൻ ഇന്നലെ രാത്രി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇപ്പം രാവിലെ എടുത്ത് ഞാൻ ഇത് വെള്ളം പോകാനായിട്ട് ഇങ്ങനെ ഒരു ഹോളുള്ള പാത്രത്തിലോട്ട് വെച്ചിട്ട് അത് ഇന്ന് ഫുൾ ഇവിടെ വച്ചിരിക്കുകയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഒന്ന് കുലുക്കി വിടുക. ഇതിപ്പോൾ ഫുൾ ഡേ ഇവിടെ ഇരിക്കുമ്പോൾ അത് ചെറിയതായിട്ട് അങ്ങ് കിളിപ്പ് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് എടുക്കാം. ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കണം. നിങ്ങൾ ഈ പയർ മാത്രമല്ല, ഇത് പോകെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും പയറുകൾ ഇതുപോലെ തോടോടുകൂടിയുള്ള പയറുകളുണ്ടെങ്കിൽ എല്ലാം ആഡ് ചെയ്യാം. ഇത് ഉലുവായ ഒഴിച്ച് ബാക്കി എല്ലാം ഈക്വലായിട്ട് ഓരോരോ കൈകൾ ഇടുക. ഉലുവ മാത്രം അല്പം, അതായത് നല്ല കുറയ്ക്കണ്ട, ഒന്നിനും ഒരു മുക്കാൽ കൈ പോലെ ഇട്ടാൽ ശരിയാക്കാം. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ചുമ്മാ ഒരു കാറ്റ് പോകാനായിട്ടാണ്, ഓപ്പണായിരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അത് അല്പം കിളുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. അപ്പം ഞാൻ മറ്റേ അരിപ്പയിൽ അരിക്കാൻ വെച്ചിരുന്നല്ലോ, അത് ഇപ്പം കിളുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ രാവിലെ വെച്ചതാണ്. ഇപ്പം രാത്രി ആയപ്പോൾ തന്നെ നല്ലവണ്ണം കിളുത്തിട്ടുണ്ട്. ഇത് എനിക്ക് അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ അത് കുലുക്കി വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ വലിയ ബക്കറ്റിൽ തട്ടി വെച്ചത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം അല്പം ഇല്ലാതെ വേണം നിങ്ങൾ അത് സ്റ്റോർ ചെയ്യേണ്ടത്. ഞാൻ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയതിനു ശേഷമാണ് ബക്കറ്റിൽ വെച്ചത്. അടുത്ത് ഞാൻ ഇതിനെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ അടച്ച് വെക്കാൻ പോകുന്നു. ഞാൻ ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ കണക്ക് എന്തെന്ന് വെച്ചാൽ, ഒരു 3 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഇത് 5 to 6 ഗ്ലാസ് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ പയർ നമുക്കിത് കിളുത്ത് വരുന്നതുകൊണ്ട് അതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സാധാരണ ഉഴുന്നിടുന്നത് പോലെയല്ല, ഇത് അല്പം കൂടുതലാണ് ഇടുന്നത്. അതുപോലെ പിന്നെ വേഗം പുളിക്കും. എന്തെന്ന് വെച്ചാൽ ഇത് കിളുത്ത പയറായതുകൊണ്ട് വേഗം പുളിക്കും. അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. അരച്ച് മിക്സ് ചെയ്ത് ഒരു 3-4 മണിക്കൂറിൽ തന്നെ അത് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പം തന്നേക്കും നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, കിളുക്കാൻ വെച്ച് ഇപ്പം ഇത് 2 വീക്സ് ആയ പയറാണ്. ഇതിലെല്ലാ വെറൈറ്റികളും ഉണ്ട്, എല്ലാം കിളുത്തിട്ടും ഉണ്ട്. ഇത് നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം പതഞ്ഞ് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് പോലെ ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അരി അരയ്ക്കാൻ പോകണം. അരി ഇതിലിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഇത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സാധാരണ ഗ്രൈൻഡറിൽ അരയ്ക്കണമെന്ന് അറിയാമല്ലോ, അതുപോലെ അരച്ചാലും കുഴപ്പമില്ല. അരിയും പയറുകളും
ഒന്ന് അരച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ച് എത്ര സമയത്തിലാണ് എനിക്ക് പൊന്തി വരണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ മാവ് പൊന്തി വന്നിട്ടുണ്ട്, കാണിക്കാം. കണ്ടോ, ഞാനിത് വെച്ചിട്ട് ഇപ്പം 4 മണിക്കൂറായി. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാത്ത. ഞാൻ ഇപ്പം ദോശ ഉണ്ടാക്കാനായിട്ട് കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പോകണം. ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുത്ത് പുറത്തെടുത്തിട്ട് യൂസ് ചെയ്യുക. ബാക്കി തന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നമുക്ക് സാധാരണ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യണത് പോലെ തന്നെ ഈ മാവും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പം കാണിക്കാം, ദോശ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ നമുക്ക് ദോശ ഒഴിച്ച് ഒന്ന് കാണിക്കാം. ഇത് അല്പം ഓയിൽ നിങ്ങൾക്ക് ഗീയോ ബട്ടറോ വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പം അല്പം കൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. ഒന്ന് ദോശ ഒഴിച്ച് കാണിക്കാം, അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കി. ഇതായിട്ടുണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ എന്ത് സോഫ്റ്റ് എന്ന് കണ്ടോ, നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് കളർ മാത്രമേ കുറച്ച് ഡാർക്കായിരിക്കുന്നുള്ളൂ, ബാക്കി ഇതിന് ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റായ ഹെൽത്തിയായ ദോശയാണ്. ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവാണ്. ഇതിൽ ഞാൻ ദോശ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാം. ഇത് കണ്ട ഇപ്പം നല്ല ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇത് നല്ലതാണെന്ന്, ഇത് പെർഫെക്റ്റ് ആയിരുന്നാലേ ഇങ്ങനെ ഡോട്ട്സ് വരുള്ളൂ ദോശയ്ക്ക്. ഇപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം കുറച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം, മുറിച്ച് കാണിക്കാം. എന്ത് സോഫ്റ്റാന്ന് നോക്കിയേ, കണ്ടോ ഭയങ്കര സോഫ്റ്റാണ്. ഇതിൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് പീനട്ട് ചമ്മന്തിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ടൊമാറ്റോ ചട്നി അതെല്ലാം നല്ല ഏത് കറിയുടെ കൂടെയും ഇത് സ്യൂട്ടാകും. നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും. ഇത് കാണണമല്ല, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഹോളായിട്ടിരിക്കണത്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അല്പം കളർ മാറിയിട്ടേ ഉള്ളൂ, അല്ലാതെ സ്വാദിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് അത്രയ്ക്ക് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.